അങ്ങനെ അവസാനം ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന്റെ ഒഫീഷ്യൽ ടീസർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരുപാടധികം ഹിഡൻ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ടീസറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇത് ഡീകോഡ് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ടീസറിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സാം അഥവാ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള നമ്മുടെ സാം പ്രസിഡന്റിനെ കാണാൻ വേണ്ടി വൈറ്റ് ഹൗസിലേക്ക് പോകുന്നതാണ്. പ്രസിഡന്റ് ആണെങ്കിലോ നമ്മുടെ തണ്ടർബോൾട്ട് റോസ് തന്നെയാണ്. ഓൾഡ് തണ്ടർബോൾട്ട് റോസ് ആയിട്ടുള്ള അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ മരിച്ചു പോയിട്ട് തന്നെ ഹാരിസൺ ഫോർഡ് എന്ന് പറഞ്ഞ പുതിയൊരാളെയാണ് നമ്മുടെ മാർവൽ ഇപ്പോൾ കാസ്റ്റ് ചെയ്തത്. തണ്ടർബോൾട്ട് ആണ് ഇപ്പോൾ പ്രസിഡന്റ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട് മീശ അടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പ്രസിഡന്റ് ആയെന്ന്. പുള്ളി എങ്ങനെ പ്രസിഡന്റ് ആയി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമയിൽ അറിയാൻ സാധിക്കും. സാമിനോട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ താല്പര്യം ചോദിക്കുന്നുണ്ട്. സോ ബേസിക്കലി പുള്ളിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക മിലിറ്ററി ഫീൽഡിന്റെ അണ്ടർ കൊണ്ടുവരിക എന്നുള്ള പരിപാടിയാണ്. സോ സ്റ്റീവ് റോജേഴ്സ് അത് എഗ്രി ചെയ്തില്ലായിരുന്നു. സാം ഇത് എഗ്രി ചെയ്യുമോ നമുക്കറിയാം. അതൊരു ടീസറിലെ മറ്റൊരു പ്രധാന സീനാണ് നമ്മുടെ സാം ഒരു സീക്രട്ട് പ്ലേസിലേക്ക് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. സോ അവിടെ എന്തായിരിക്കുമെന്ന് നമുക്കൊരു പിടുത്തമില്ല. മേ ബി ഹൾക്കിന്റെ സിറോ ഒക്കെ അല്ലെങ്കിൽ അതൊക്കെ അവിടെ ആയിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു സീനിൽ ഒരുപാട് കൺട്രീസ് അങ്ങോട്ട് കൂടെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് റെമാൻഡമെന്റിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടാണ് എലമെന്റ്സ് അല്ലെങ്കിൽ എലമെന്റിൽ നമ്മുടെ ആ ഒരു ഇറ്റേണൽ മൂവിക്കകത്ത് എലമെന്റിൽ വന്ന് വീഴുന്നത് ഒരു കടലിനകത്താണ്. സോ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അരമാൻഡം എന്ന് പറയുന്ന ഒരു മെറ്റൽ വളരെയധികം പവർഫുൾ ആണ്. ഇപ്പോൾ ഉറു നോക്കിയാലും വൈബ്രൈനി നോക്കിയാലും അതിനെക്കാളിലൊക്കെ ഒത്തിരി പവർഫുൾ ആയിട്ടൊരു മെറ്റലാണ് ഈ പറയുന്ന അരമാൻഡം എന്ന് പറയുന്നത്. നമ്മുടെ വൂൾവറിന്റെ ക്ലോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഈ ഒരു അരമാൻഡം മെറ്റൽ വെച്ച് ഒരുപാട് കൺട്രീസ്, അതായത് അമേരിക്ക, ചൈന, ജപ്പാൻ പോലുള്ള ഒരുപാട് കൺട്രീസ് ഈ ഒരു അരമാൻഡം മെറ്റൽ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ അമേരിക്ക എടുക്കാൻ കൂടുതൽ ചാൻസ്, കാരണം നമ്മുടെ ഫാൽക്കൺ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഓർക്കുക, നമ്മുടെ ഫെബ്രുവരി ഇറങ്ങുന്ന സിനിമയുടെ ടീസർ തന്നെ നമുക്ക് ഇത്രയും നേരത്തെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ മാർവലിന്റെ അവസ്ഥ ഇപ്പം അത്രയും താഴെയാണ്. ഇനിയിപ്പോൾ ഒരു ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ കൊണ്ട് നമുക്ക് കയറി വരാമെന്ന് പ്രതീക്ഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൂവിയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു പുള്ളിക്കാരനായിരിക്കും ഗെയിൻ കാർലോ എസ്പാസിറ്റോ എന്ന് പറയുന്ന നമ്മുടെ ബ്രേക്കിംഗ് ബാഡിലൂടെ നമ്മുടെ എല്ലാവരും കൂടെ കോരിത്തിരിപ്പിച്ച പുള്ളിക്കാരൻ. പുള്ളി ഒരു മേജർ റോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കും. പിന്നെ നമ്മൾ കാണാൻ സാധിക്കും ഒരു തണ്ടർബോൾട്ട് റോസ് ഒരു മീറ്റിംഗ് നടന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു ടൈമിൽ നമ്മുടെ വിന്റർ സോൾജർ, നമ്മുടെ ആ ഒരു മൂവി കണ്ട വിന്റർ സോൾജറിനകത്ത് ആ ഒരു സൂപ്പർ സോൾജർ വന്ന് നമ്മുടെ തണ്ടർബോൾട്ടിനെ ഷൂട്ട് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കും. എന്തിനാണ് പുള്ളി ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല, സിനിമ കണ്ടാലും മനസ്സിലാവും. ഇനി മൂവിലെ മെയിൻ വില്ലൻ ആരാണെന്ന് ചോദിച്ചത് ഈ ഒരു കാണുന്ന പുള്ളിക്കാരനാണ്. ഇയാളെ നോട്ട് ചെയ്ത് വയ്ക്കുക, പേര് ലീഡർ. ഈ ഒരു പച്ചത്തലേന്റെ പേരാണ് ലീഡർ. പച്ചത്തലേനെ കാണാത്തവർ ഇൻക്രെഡിബിൾ ഹൾക്ക് ഒന്നുകൂടെ കാണാൻ. കാരണം നമ്മുടെ ഇൻക്രെഡിബിൾ ഹൾക്കിന്റെ ബ്ലഡ് വന്ന് വീഴുമ്പോൾ തലയൊക്കെ വീങ്ങി വരുന്നൊരുത്തനുണ്ട്. സോ അതാണ് ഈ ഒരു പുള്ളിക്കാരന്റെ പ്ലാൻ എന്താണെന്ന് നമുക്കൊരു പിടുത്തമില്ല. സോ ഇയാളാണ് മെയിൻ വില്ലൻ എന്ന് മാത്രമേ അറിയാം. അത് ടീസറിലെ മെയിൻ സീനാണ്. നമ്മുടെ സാമിനോട് തണ്ടർബോൾട്ട് പറയുന്നുണ്ട് യു ആർ നോട്ട് സ്റ്റീവ് റോജേഴ്സ് എന്ന്. സോ ആദ്യം ഇവർ രണ്ടുപേരും ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ഒരു സം പോയിന്റ് ഇവർ രണ്ടുപേരും കൂടെ പിരിയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുപോലെ നമ്മുടെ സാമിന്റെ പുതിയ സ്യൂട്ട് വെച്ചിട്ട് ഒരുപാട് ഫൈറ്റ് സീൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല കിടിലായിട്ടൊരു സ്യൂട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാമിന്റെ പുതിയ സ്യൂട്ട് നിങ്ങൾ എത്ര റേറ്റ് ചെയ്യുമെന്ന് താഴെ. ഈ ഒരു ഫൈറ്റ് സീൻ എല്ലാം അവസാനമായിരിക്കും ഒരുപക്ഷെ റെഡ് ഹൾക്കും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള ഒരു ഫൈറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊരു ഒന്നാന്തര ഫൈറ്റ് ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ എങ്ങനെയാണ് റെഡ് ഹൾക്കിനെ നമ്മുടെ സിനിമയെ കൊണ്ടുവന്നത് നമ്മുടെ ചെറിയ ടീസായിട്ട് കണ്ടാണ്. സോ അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഭവമാണ് ഒരു ഫ്യൂണറൽ സീൻ എന്ന് പറഞ്ഞ സംഭവം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്. അതുപോലെ തന്നെ സാമിന്റെ ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി സൂപ്പർ സോൾജർ എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. ബട്ട് കണ്ടിട്ടുള്ള ഈ ഒരു സീനകത്ത് എല്ലാം തന്നെ പുള്ളിയുടെ ഫൈറ്റിംഗ് സ്കിൽസ് ഒരുപാട് ഇമ്പ്രൂവ് ആയി. മേജറായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന തണ്ടർബോൾട്ട് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മുടെ സാമിനെ ആണെങ്കിൽ ഒരു മിലിറ്ററി ഹെഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതായത് ഗവൺമെന്റിന്റെ കീഴെ കൊണ്ടുവരാൻ വേണ്ടി. സാം അത് അപ്രൂവ് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. ബട്ട് ഞാൻ മുമ്പ് പറഞ്ഞതിട്ട് തന്നെ സ്റ്റീവ് റോജേഴ്സ് അത് അപ്രൂവ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണത്താൽ തന്നെ സിവിൽ വാർ എന്ന് പറഞ്ഞൊരു വലിയ യുദ്ധം തന്നെ നടന്നത്. സോ സിനിമയിലെ ലീഡിംഗ് റോളിൽ അല്ലെങ്കിൽ ഒരു മേജർ റോൾ തന്നെ വരുന്നത് ഈ പറയുന്ന ലീഡർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് നമുക്ക് ഏതാണ്ട് ഉറപ്പാണ്. പിന്നെ റെഡ് ഹൾക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഫസ്റ്റ് റെഡ് ഹൾക്കിന്റെ അപ്പിയറൻസ് കാണിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക. അതായത് നമ്മുടെ മൂവീസിലൊക്കെ ഹൾക്കിനെ കാണിച്ചത് എങ്ങനെയാണെന്ന് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റെഡ് ഹൾക്കിനെ ഒരുപാട് പവർ കുറഞ്ഞ ഒരാളായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഹൾക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ മൂവിയിലോട്ട് കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. ഇനിയാണ് മറ്റേ ഒരു പോർഷനിലിട്ട് വരുന്നത്. അതായത് ആ ഒരു ഫ്യൂണറൽ സീൻ പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് തണ്ടർബോൾട്ട് തന്നെ ആയിരിക്കാം ആ ഒരു മരിച്ച വ്യക്തി. അവിടുന്ന് പിന്നെ പുള്ളിക്കാരൻ റെഡ് ഹൾക്കായിട്ട് വരുന്നത് പോലെ കാണിച്ചിട്ടായിരിക്കാം ആ ഒരു ഫൈറ്റ് സീൻ കാണിക്കുന്നത്. മേ ബി അതൊരു ക്ലൈമാക്സ് പോർഷനൊക്കെ ആകുമ്പോഴായിരിക്കും റെഡ് ഹൾക്ക് വേഴ്സസ് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന ഒരു സംഭവം. സോ ഇനി പറയുന്നത് ഒരു പ്രഡിക്ഷൻസ് മാത്രമാണ്. എന്തായാലും നമ്മുടെ ഫാൽക്കൺ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക ഒരുമിച്ച് ഒറ്റയ്ക്ക് എന്തായാലും ഈ ഒരു റെഡ് ഹൾക്കിനെ തടയാൻ പറ്റില്ല. ഇനി റെഡ് ഹൾക്കിനെ അത്രയ്ക്ക് പവർ കുറച്ചാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. റെഡ് ഹൾക്കിനെ എന്തായാലും നമ്മുടെ ഫാൽക്കണ് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ റിയൽ ഹൾക്ക് വരും, അതായത് നമ്മുടെ ബ്രൂസ് ബാനറിന്റെ ഹൾക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ അത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. അതായത് നമ്മുടെ ബ്രൂസ് ബാനറിന്റെ ഹൾക്ക് വരാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്? റെഡ് ഹൾക്ക് വേഴ്സസ് ഹൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും? ആ ഒരു ഫൈറ്റ് സീന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ? ജസ്റ്റ് പ്രഡിക്ഷൻ മാത്രമാണ്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാകത്തില്ല. നമ്മുടെ ഫാൽക്കൺ ഒറ്റയ്ക്ക് എന്തായാലും നമ്മുടെ റെഡ് ഹൾക്കിനെ പോരിടാൻ പറ്റത്തില്ല. ചിലപ്പോൾ കൂട്ടുകാരിലൊക്കെ കാണും. അതാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ ടീസറിന്റെ ഒരു എക്സ്പ്ലനേഷൻ പോലെ ചെയ്തത്. ഞാൻ ഏതെങ്കിലും ഭാഗങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ മാക്സിമം ഈ ഒരു വീഡിയോ ചെറുതായിട്ട് ചെയ്യാൻ ശ്രമിച്ചാണ്. കാരണം ഈ ഒരു എക്സ്പ്ലനേഷൻസ് ഒക്കെ നീട്ടി വലിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നവർക്കും പറയുന്നവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യം. സോ അതുകൊണ്ട് ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ പുതിയ കണ്ടൻസ് താഴെ കമന്റ് ചെയ്യാം. ബൈ.